നമസ്കാരം. കാളിസ്റ്റൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല മഴക്കാലമാണ് അല്ലേ? അപ്പോൾ നമ്മളും ഈ പറയുന്ന പോലെ നിങ്ങളുടെ മനസ്സ് കുളിർപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള കുറച്ച് സാധനങ്ങളുമായിട്ട് ഇന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഒന്ന്, നിങ്ങളെപ്പോഴും പറയുന്ന പോലെ തന്നെ ഫീഡിങ് ഫ്രോക്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ഫീഡിങ് ഫ്രോക്ക് ഡിഫറെൻറ്റ് സ്റ്റൈലിലുള്ളത് കൊണ്ടുവന്നിട്ടുണ്ട്. മെഷർമെൻറ്റും പലതായിട്ട് ചോദിക്കും. 40 കാണിക്കുമ്പോൾ ചോദിക്കും 42 വേണേന്ന്. അതുകൊണ്ട് ഇന്ന് 40, 42, 44, 46 സൈസ് വരെയുള്ള ഫീഡിങ് ഫ്രോക്സ് ആണ് കൊണ്ടുവന്നേക്കുന്നത്. സ്റ്റൈലിഷ് ആയിട്ടുള്ളതാണ്. അടിപൊളി. ഒന്ന് കണ്ടു. തണ്ടയിൽ നിങ്ങൾ കണ്ടതിൽ തന്നെ അവിടെ തുറക്കും അല്ലേ? കോളേർഡ് ആയിട്ടുള്ള ഫീഡിങ് ഫ്രോക്സ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. ഒന്ന് നോക്കി, എന്ത് ഭംഗിയാന്ന് നോക്കൂ. തണ്ടയിൽ കണ്ട പോലെ തന്നെ സിമ്പിളായിട്ടൊരു കോളർ വന്നിട്ടുണ്ട്. കോളറിന് തന്നെ എന്താ പ്രത്യേകത എന്നറിയോ? ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് വെക്കാം. ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കുമ്പോൾ വേറൊരു സ്റ്റൈലാണ്, വേറൊരു സ്മാർട്ട് ലുക്കാണ് അതിന് വരുന്നത്. നമ്മുടെ കംഫർട്ട് അനുസരിച്ച് നമുക്ക് അതിനെ ഷേപ്പ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെ സിബ് വരുന്നത് ഇവിടെ സൈഡിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ കൺസീൽഡ് ആയിട്ടാണ് വരിക. അപ്പോൾ നമുക്ക് ഫീഡിങ്ങിന് വേണ്ടി മാത്രമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിങ്ങനെ ഓപ്പൺ ചെയ്യാം, നമുക്ക് ഇതേപോലെ തന്നെ ക്ലോസ് ചെയ്യാൻ പറ്റുന്നതാണ്. രണ്ട് സൈഡിൽ നിന്നും വരുന്നത്. പിന്നെ ഈ പറയുന്ന പോലെ ഇതിവിടെ വരെ യോക്ക് പോർഷൻ വരെ ബട്ടൺ പോലെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും വേറെ ഓപ്പണിംഗ് ഇല്ല. ഇത് ഓപ്പൺ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. ഇവിടെ ഒന്നും ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. യോക്ക് പോർഷന് ശേഷം താഴത്തേക്ക് വേസ്റ്റിൻ്റെ അവിടെ നിന്ന് നല്ല ഫ്രിൽസ് ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രഗ്നൻസി ടൈമിലും മെറ്റേണിറ്റി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിനെ നമുക്ക് ഈ പറയുന്ന പോലെ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കൂടെ ഒരു ഡോറിയും അറ്റാച്ച്ഡ് ആണ്. ഇല്ലെങ്കിൽ ഇത് ഇങ്ങനെയാണ് കിടക്കുക. നമ്മുടെ സൈസ് അനുസരിച്ച് നമുക്ക് ഭംഗിയായിട്ട് ഇതിനെ ഷേപ്പ് ചെയ്ത് ധരിക്കാൻ പറ്റുന്നതാണ്. 4 മെഷർമെൻറ്റിൽ അവൈലബിൾ ആണ്. പ്രൈസ് വരുന്നതായിട്ട് 429 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനെ ഒരു ഹോം വെയർ ആയിട്ടല്ല, നമുക്ക് ഹോസ്പിറ്റലിലും പുറത്ത് പോകാനും ഫങ്ഷൻസിനും കാഷ്വലായിട്ടും ഒക്കെ ധരിക്കാൻ പറ്റുന്ന, കുട്ടികളെയും കൊണ്ട് യാത്ര പോകുമ്പോഴൊക്കെ ധരിക്കാൻ പറ്റുന്ന രീതിയിൽ അടിപൊളിയായിട്ട് റയോൺ മെറ്റീരിയലിൽ വന്നിരിക്കുന്നതാണ് കേട്ടോ. റയോൺ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ശരീരത്തിനാകമാനം ഒരു കൂളിംഗ് കിട്ടുന്ന ടൈപ്പിലുള്ളതാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? ക്ലോസ് വ്യൂവിൽ വന്നാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇവിടെ കണ്ടോ, ഓവർകോട്ട് പോലെ കിടക്കാണ് കേട്ടോ. ഇതും ഫീഡിങ്ങിൻ്റെ തന്നെയാണ്. ഓവർകോട്ട് പോലെ കിടക്കാണ്. സൈഡിൽ ഇതേപോലെ സിപ്പൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഫീഡ് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നേരത്തെ ഉള്ള നമ്മൾ കാണിച്ച പോലെ തന്നെ സൈഡിൽ സിബുണ്ട് ഓപ്പണിങ്ങിന് വേണ്ടിയിട്ട്. കൺസീൽഡ് ആയിട്ടാണ്. അപ്പം നമ്മൾ ഈ പറയുന്ന പോലെ കാണാനേ പറ്റില്ല. ഇങ്ങനെ ഒരു സിബ് ഉള്ളതായിട്ട് ഈ ഓവർകോട്ട് പോലുള്ളതില്ലെങ്കിലും നമുക്ക് കാണാനേ പറ്റില്ല. കണ്ടോ, ഒന്നും ഒരു സ്റ്റിച്ച് പോകുന്ന പോലെ പോലുമില്ല. അത്ര കൺസീൽഡ് ആയിട്ടുള്ള സിബാണ് വെച്ചേക്കുന്നത്. പക്ഷേ എങ്കിലും നമുക്ക് കുറച്ചുകൂടി ഒരു കോൺഫിഡൻസ് കിട്ടുന്ന, അല്ലെങ്കിൽ സ്മാർട്ട് ലുക്ക് തരുന്ന ഈ പറയുന്ന ഓവർകോട്ടും കിടക്കുന്നുണ്ട് ഇതിൻ്റെ മുകളിൽ. നേവി ബ്ലൂ ഷെയ്ഡിൽ വൈറ്റ് പ്രിൻസ് ഒക്കെ ആയിട്ട് ഭംഗിയായിട്ട് സ്ലീവിന് ലെങ്ത് ഒക്കെ ഉള്ള രീതിയിൽ യോക്ക് പോർഷൻ അങ്ങനെ വന്നിട്ട് താഴത്തേക്ക് നിറയെ ഞൊറിവുകൾ അല്ലെ ഗാദറിങ് ഒക്കെ വന്ന് ഇതും 4 സൈസിൽ അവൈലബിൾ ആണ്. 40, 42, 44, 46. ഇതിൻ്റെയും പ്രൈസ് വരുന്നതാവട്ടെ 429 മാത്രമാണ് കേട്ടോ. അടുത്തത് വന്നേക്കുന്നത് ബ്ലൂ ഷെയ്ഡിൽ തന്നെയാണ്. പക്ഷെ ആ ബ്ലൂവിൻ്റെ അത്രയും ഡാർക്ക് അല്ല, അതൊരു ബ്ലാക്കിനോട് ചേർന്ന് നിൽക്കുന്ന ബ്ലൂ ആണ്. ഇത് കണ്ടോ, ഇതല്ലാതെ നേവി ബ്ലൂ ഷെയ്ഡിലാണ് ഇതും വന്നേക്കുന്നത്. ഇത് ഇത്ര കൂടെ സിമ്പിളായിട്ട് ഈ പറയുന്ന പോലെ യോക്ക് പോർഷൻ്റെ അവിടെ സിബുണ്ട്. നമുക്ക് സാധാരണ നമ്മൾ കണ്ടുവരുന്ന ടൈപ്പ്. ഇവിടെ നിന്ന് നിറയെ ഗാദറിങ്സ് അല്ലെങ്കിൽ ഞൊറിവുകളുണ്ട്. ഇതിനും 2 സൈഡിലായിട്ടാണ് നമ്മൾ സിബ് കൊടുത്തേക്കുന്നത്. അത് കാണാൻ പോലും പറ്റില്ല. അപ്പം നമുക്ക് കുർത്തി ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒരു നോർമൽ വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അല്ലാതെ ഫീഡിങ് ആണെന്ന് തോന്നേയില്ല. ഇതിനും എല്ലാത്തിനും സൈഡ് നമുക്ക് ഇതേപോലെ അവൈലബിൾ ആണ്. ബെൽറ്റ് അവൈലബിൾ ആണ്. നമ്മുടെ ഷേപ്പിനനുസരിച്ച് ഷേപ്പ് ചെയ്ത് ടൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നതാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 429. സൈസസ് വരുന്നത് 40 മുതൽ 46 വരെ വരുന്നുണ്ട് കേട്ടോ. അടുത്തത് വരുന്നത് മെറൂൺ ഷെയ്ഡിലാണ്. കണ്ടോ, നല്ല ഭംഗിയുള്ളതാണ്. എല്ലാ സൈസിലും അവൈലബിൾ ആണ്. നമുക്ക് ധൈര്യമായിട്ട് ധരിച്ച് പുറത്ത് പോകാൻ പറ്റുന്ന, കംഫർട്ടബിളായിട്ട്, എന്നാൽ സ്റ്റൈൽ ഒട്ടും കുറയ്ക്കാതെയും ധരിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. മുമ്പൊക്കെ ആണെങ്കിൽ ഈ പറയുന്ന പോലെ ചുരിദാർ ഭയങ്കര ലൂസായിട്ടുള്ളത് മാത്രമേ കിട്ടുള്ളായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. നമ്മളുടെ രൂപത്തിനും ഭാവത്തിനും അനുസരിച്ച് പുതിയ ഫാഷൻ, പുതിയ ടെക്നോളജിയൊക്കെ വന്നപ്പം അടിപൊളിയായിട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റും കേട്ടോ. ഇക്കത്തിൻ്റെ പ്രിന്റ് പോലുള്ള പ്രിന്റിലാണ് അടുത്തത് വന്നേക്കുന്നത്. കണ്ടോ, റയോൺ മെറ്റീരിയൽ എഗെയിൻ ഫ്രോക്കാണ്.
അപ്പോൾ ഇതും ഫീഡിങ്ങിന് പറ്റിയത്. സൈഡിൽ നമ്മൾ ഇതേപോലെ സിബ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സൈസ് വരുന്നത് 40, 42, 44, 46. പ്രൈസ് വരുന്നത് 429. ഏതെടുത്താലും 429 ആണ് വന്നേക്കുന്നത്. ഇന്നത്തെ വേറൊരു അട്രാക്ഷൻ എന്താണെന്നറിയാമോ? ഇതേപോലെ നമ്മൾ കുറേ ഫീഡിങ് ഫ്രോക്സ് കാണിച്ചപ്പോഴാണ് നമുക്ക് തോന്നിയത് മഴക്കാലം അല്ലേ. ഇപ്പം നമ്മളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഡ്സിൻ്റെ ഷോപ്പാണ്. അപ്പോൾ അതിൽ നമുക്ക് ഇതേപോലെ കുട്ടികളുടെ ചെവി വരെ മൂടി നിൽക്കുന്ന രീതിയിലുള്ള അടിപൊളിയായിട്ടുള്ള ക്യാപ്പ് അവൈലബിൾ ആണ് കേട്ടോ. കാണുന്നുണ്ടോ? നമുക്ക് ചിന്നിൻ്റെ അവിടെ ഇങ്ങനെ വെച്ചിട്ട് ടൈ ചെയ്യാനും പറ്റുന്ന രീതിയിലുള്ള ഡോറിയും അതിൻ്റെ കൂടെ അറ്റാച്ച്ഡ് ആണ്. നല്ല ഭംഗിയുള്ളതാണ്. ഇന്നറൊക്കെ വരുന്നത് ഇങ്ങനെയാണ്. നല്ല ചെവിയൊക്കെ ആയിട്ട് സൂപ്പർ സ്റ്റൈലിഷ് ആയിട്ട് ധരിക്കാൻ പറ്റുന്നതാണ്. കുട്ടികളെ അണിയിച്ചുകൊണ്ട് പോയാലും നല്ല ഭംഗിയാണ്, ഡ്രസ്സിന് മാച്ചായിട്ടും. എന്നാൽ ചെവി മൂടി നിൽക്കുന്ന വിധത്തിൽ വേണമെങ്കിൽ ഇങ്ങനെയും നമുക്ക് ഇടാം, അല്ലെങ്കിൽ ചെവി മൂടി അങ്ങനെയും ചെയ്യാം. സ്റ്റൈലിഷ് ആയിട്ട് ഇങ്ങനെ വെക്കുന്നതിനും കുഴപ്പമില്ല. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 75 ആണ് കേട്ടോ. നല്ല മെറ്റീരിയലിൽ എന്താ നമ്മൾ പറയുക, സ്കിൻ ഫ്രണ്ട്ലി ആയിട്ട് ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതാണ്. ഒന്ന് നോക്കി. അപ്പം നമുക്ക് കുഞ്ഞുവാവന്മാർ വീട്ടിലില്ല എങ്കിൽ നമുക്കറിയാവുന്ന കുഞ്ഞുവാവയ്ക്ക് ഈ മഴക്കാലത്ത് ഒരു ചെറിയ ഗിഫ്റ്റൊക്കെ ഇങ്ങനെ കൊടുക്കുന്ന ഒരു സന്തോഷമായിരിക്കും കേട്ടോ. കുഞ്ഞിന് സന്തോഷം, കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ സന്തോഷം. നമ്മളെ ഓർത്തല്ലോ, നമുക്കൊരു ഗിഫ്റ്റ് കിട്ടിയല്ലോ. നല്ല ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ്. 75 മാത്രമാണ് അതിൻ്റെ പ്രൈസ് വരിക. ഒരു ഐവറി ഷെയ്ഡൊക്കെ നോക്കി. അടുത്തത് വന്നേക്കുന്നത് ബേബി ബ്ലൂ ഷെയ്ഡിലാണ്. നല്ല ഭംഗിയല്ലേ, ഓരോന്നും കാണാൻ ഭംഗിയാണ് കേട്ടോ. പെയിൽ പിങ്ക് അല്ലെ ബേബി പിങ്ക് ഷെയ്ഡിലാണ് അടുത്തത് വന്നേക്കുന്നത്. കുഞ്ഞു മക്കൾക്ക് ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും ഭംഗിയെന്നറിയോ? കണ്ടോ, നല്ല ഭംഗിയല്ലേ കാണാൻ. ഇനി മക്കൾ ഇത്രൂടെ വലുതായാൽ നമുക്ക് തോന്നും ഇത്രൂടെ വലിയ രീതിയിലുള്ളത് വേണം. നോക്കി, അതിനും പറ്റിയത് സ്റ്റൈലിഷ് ആയിട്ടുള്ളത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതും ചെവി മൂടി നിൽക്കുന്നതാണ്. ഇതിൻ്റെ ഉൾവശം കണ്ടോ, ഇതേപോലെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ പ്രിൻ്റൊക്കെ വന്നു, ബട്ടൺഡ് ആണ്. കാണുന്നുണ്ടോ? നല്ല